Okay. Find the area of the region bounded by x square equal to 4y, y equal to 2, y equal to 4. ആദ്യമേ നമ്മൾ ഗ്രാഫ് വരച്ചു y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4. എങ്ങനെയായിരിക്കും y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന പരാബോളിക് ഗ്രാഫാണ്. നിങ്ങൾക്ക് ഡൗട്ട് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് റാണ്ടം പോലെ ഇത് സ്റ്റാൻഡേർഡ് ഷേപ്പ് ഓർത്തിരിക്കുക. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് ഇതാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്നുള്ളത് എങ്ങനെയാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫ് വരുന്നത് അതിനേക്കാൾ എന്തായിരിക്കും, അല്പം കൂടെ ചെറുതായിരിക്കും. ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ ചെറുതായി, കാരണം എക്സ് സ്ക്വയർ ബൈ 4 എല്ലാ വാല്യൂം 4 ചുരുങ്ങുന്നു. അതിനേക്കാൾ അല്പം കൂടെ ചെറുതായിരിക്കും എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 4. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പ് വരും, പരാബോളിക് ഷേപ്പ് എന്ന് പറയും. അടുത്ത എന്താണ് y ഈക്വൽ ടു 2, ഇതാണ് y ഈക്വൽ ടു 2. അടുത്ത എന്താണ് y ഈക്വൽ ടു 4, ഇതാണ് y ഈക്വൽ ടു 4. നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ആൻഡ് ദ y ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞില്ലായിരുന്ന ടോട്ടൽ റീജിയൻ വരും. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റും കൂടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഒരു റീജിയൻ മാത്രമേ എന്തായിട്ട് വരത്തുള്ളൂ, ഏരിയ ആയിട്ട് വരത്തുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സിന്റെ വാല്യൂ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, y ഈക്വൽ എക്സ് സ്ക്വയർ ബൈ 4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 4y വരും, എക്സ് റൂട്ട് 4y വരും എന്ന് വെച്ചാൽ 2 റൂട്ട് y എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു സിറ്റുവേഷനിലെ ചെറിയ ഏരിയ, ഈ ചെറിയൊരു സ്ട്രിപ്പിന്റെ ഏരിയ എത്രയായിരിക്കും, ഈ ചെറിയൊരു സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ടൈംസ് ഡി വൈ ആയിരിക്കും. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡി എ, എക്സ് ടൈംസ് ഡി വൈ ആയിരിക്കും. കാരണം എക്സ് ലെങ്ത് വിഡ്ത്ത് ഡി വൈ, പക്ഷെ നമ്മൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഈ വിഡ്ത്തിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം, എക്സിലോട്ട് മാറ്റണം. അതുകൊണ്ടാണ് ഇത് 2 റൂട്ട് വൈ ടൈംസ് ഡി വൈ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇൻ്റഗ്രൽ 2 to 4 2 റൂട്ട് വൈ ഡി വൈ, ഇൻ്റഗ്രൽ 2 to 4 2 റൂട്ട് വൈ ഡി വൈ എന്നുള്ള രീതിയിലോട്ടത് മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്. ഇനി ഈ റീജിയൻ എന്ന് കണ്ടുപിടിക്കുകയാണ്, ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ എക്സ് ഡി വൈ അതായിരിക്കും ഈ ചെറിയൊരു സ്ട്രിപ്പിന്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ ഏരിയ 2 റൂട്ട് വൈ ഡി വൈ എന്ന് കിട്ടും. 2 വെളിയിലെടുത്ത ഇൻ്റഗ്രൽ 2 to y റൂട്ട് വൈ ഡി വൈ. റൂട്ട് വൈക്ക് വരും എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ y റേസ് ടു 1/2 ഡി വൈ, y റേസ് ടു 1/2 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് വരും. കാരണം ഇൻ്റഗ്രലിൻ്റെ റൂളാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y റേസ് ടു 3/2/3/2 എന്ന് വരും. ഓക്കെ അല്ലേ? അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2/3 y റേസ് ടു 3/2 എന്ന് വരും. പിന്നെ ഒരു 2 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇവഞ്ച്വലി നമുക്ക് എത്ര കിട്ടും, 4/3 y റേസ് ടു 3/2, 4/3 y റേസ് ടു 3/2, 4/3 y റേസ് ടു 3/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈബിൾ. 4 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, എങ്ങനെയായിരിക്കും ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത്, ഇതിലെ ഓരോ വാല്യൂ 4 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അതിന് പകരം 4 റേസ് ടു 1/2 റേസ് ടു 3, 2 റേസ് ടു 3, അതുകൊണ്ടാണ് അത് എന്തായിരിക്കുന്നത് 8 ആയിട്ട് വന്നിരിക്കുന്നത്. സിമിലർലി 2 റേസ് ടു 3/2 അതുപോലെ തന്നെ എന്തായിരിക്കും, 2 റേസ് ടു 1/2 ഹോൾ റേസ് ടു 3, അതുകൊണ്ടാണത് 2 റൂട്ട് 2 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ 32 - 8 √2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞ് എന്ത് കിട്ടിയിരിക്കുന്നത്, ഏരിയ